ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലിപ്പോൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പുതുതായി കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടികൾ മരണപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളെ മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന മുംതാസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, 19 വയസ്സുള്ള കുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്യേണ്ടായി. അപ്പോൾ അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അതിൽ 20 ദിവസം മാത്രമാണ് ഭർത്താവ് ഒത്ത് നിന്നിട്ടുള്ളൂ. പിന്നെ അയാൾ ഗൾഫിലേക്ക് പോയി. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല, എനിക്ക് സങ്കടം തോന്നും. കാരണം ഒരു നിറത്തിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യം. നിറത്തിൻ്റെ പേരിൽ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളൂ. കാരണം മക്കളെ കൊടുക്കുമ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക, ഒരു വർഷമോ 1.5 വർഷമൊക്കെ കൊടുക്കുക. എന്നിട്ട് അവർക്ക് മനസ്സിലാകണം, അവരെ നമുക്ക് മനസ്സിലാകണം, അവർക്ക് മനസ്സിലാകണം. അതിനുള്ളൊരു സാഹചര്യം കൊടുക്കണം. പെട്ടെന്ന് കല്യാണം എന്തായാലും നടത്തരുത്. കാരണം അവർ നിങ്ങളെ കുട്ടിയുടെ സ്വർണം കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്വത്തുക്കൾ കണ്ടിട്ട് അങ്ങനെയൊക്കെ കരല്ല. കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടാവില്ല ചിലപ്പോൾ കിട്ടുക. പിന്നെ അത് കിട്ടൂല എന്ന് പറയുമ്പോൾ ഓലെ സ്വഭാവം പുറത്ത് കാണിക്കും. പക്ഷെ അതിന് ഇരയാണത് നമ്മളെ മക്കളായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് ചീത്ത ആൾക്കാർ എന്നല്ല, നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർക്ക് ചെറുപ്പം മുതലേ ഇല്ല വൈകല്യങ്ങൾ വന്നിട്ടില്ലവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരേക്ക് തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ജീവിതം വേണ്ടേ എന്നുള്ള രീതിക്ക് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ നല്ല ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹപ്രകടനത്തിലായിരിക്കും അവർ. പക്ഷേ അവരെ കുറച്ച് മനസ്സിലാക്കാനുള്ളൊരു സമയം എടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക മക്കളെ കേട്ടോ. എന്നാലേ അവർ സന്തോഷത്തോടെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ സന്തോഷമില്ലാതെ അങ്ങനെ അവർ മരണത്തിലേക്ക് ഇതുപോലെ പോകും. അപ്പം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഇതിനൊക്കെ അയാൾ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അയാൾക്ക് ഇനി സ്വസ്ഥതയിൽ ഉറങ്ങാൻ പറ്റും. അയാൾക്കിനി ആ കുട്ടി പലപ്പോഴായിട്ട് വിളിക്കുമ്പോൾ ഇയാൾ ഈ നിറത്തിൻ്റെ പേരിൽ അത്ര ആ കുട്ടീനെ ടോർച്ചർ ചെയ്തിരുന്നത്. അവരമ്മ ചോദിക്കണ കാര്യങ്ങൾ കേട്ടപ്പോൾ അതിലേറെ സങ്കടം തോന്നിയിട്ടോ. കാരണം ആ കുട്ടീനെ അവരെ വീട്ടുകാർ ചോദിച്ചപ്പോൾ പറയത്രേ, നിങ്ങളെ മകൾക്ക് വേറെ കല്യാണം വരൂലേ? 20 ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിയുടെ ഒപ്പം നിന്നിട്ടുള്ളൂ, നിങ്ങൾ ഇതുമ്പോൾ തന്നെ കുടിച്ച് തൂങ്ങണ ചോദിക്കാത്രേ. ഇങ്ങനെയൊക്കെയാണ് അവരൊരു സ്ത്രീയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുമോ? ലാസ്റ്റത്തെ ദിവസം കൂടി അയാൾ വിളിച്ചപ്പോൾ ഇതേ സംസാര രീതി എന്ന് നിന്നത്ര ആ കുട്ടിയോട്. കാരണം ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാകുക എന്തായിരിക്കും, അയാൾ ഡിവോഴ്സിനെ കുറിച്ച് മാത്രം അത്ര സംസാരിക്കണത്. അപ്പോൾ അങ്ങനെ അവളെ ഉമ്മാനോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രേ, എനിക്ക് ഇത്ര ചെറുപ്പത്തിൽ ആ പെരയിൽ വന്നിരിക്കേണ്ടി വരുമെന്നുള്ളത് ആ കുട്ടി എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രേ. അപ്പോൾ ഒന്ന് തോന്നിയിട്ടുണ്ടാവും, ഞാനിപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ പോയിരുന്നാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അതൊരു ബുദ്ധിമുട്ടാവൂലേ, അല്ലെങ്കിൽ അവർക്കത് ഒരുപാട് സങ്കടമാവൂലേ. പിന്നെ നാട്ടുകാരെ വക ഓരോ കാര്യങ്ങൾ കുത്തിയില്ല. നമ്മളെ നാട്ടുകാരെ നമുക്കറിയാലോ, എന്തെങ്കിലും ഇത് വന്നാൽ മതി എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ 20 ദിവസം അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അയാൾക്ക് പോയപ്പോഴാണോ പെട്ടെന്ന് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ തോന്നിയത്. അപ്പം അത്ര ദിവസം അയാൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ ജീവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ കുട്ടിക്ക്
ആ കുട്ടി ഭർത്താവിനെ വല്ലാതെ വിശ്വസിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെച്ചെങ്കിൽ അയാൾ എന്തിനാ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ എന്നാൽ ആ കുട്ടി കറുപ്പാണ് എനിക്ക് വേണ്ട വേണ്ട അപ്പം തന്നെ ഒഴിവാക്കായിരുന്നു. എന്നാൽ ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആവൂലായിരുന്നു. ഇതിപ്പോൾ ഒരു ഷഹാന ആയതുകൊണ്ടല്ല. ഇപ്പം നമ്മളെ ഈ കഴിഞ്ഞ കൊല്ലം നോക്കിയാൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വർണം കൊടുത്തത് പോരാ, അല്ലെങ്കിൽ സ്ത്രീധനം അത്ര കിട്ടിയില്ല ഇത്ര കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ ചിലവരിങ്ങനെ സഹികെട്ട് ലാസ്റ്റ് ആത്മഹത്യയുടെ വക്കിലെത്തി. അങ്ങനെയുള്ളവരും ഉണ്ട് പല രീതിക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ നാട്. അതായത് നമ്മൾ കോടതി വെറുതെ വിട്ടാൽ അവരിതിൽ നിന്ന് മാറുന്നില്ല. ഇതൊരു സൈക്കോ തരായിട്ടുള്ള സ്വഭാവമാണ്. അതവർ മാറ്റില്ല. ഒരു ഇതിൽ പെട്ട അവർക്കൊന്നും കൂടി ലൈസൻസ് കിട്ടിയെന്നുള്ളതാണ്. അവർ ഇനി ഓരോ കുട്ടികളെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നിയമപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കണം. എന്നാലേ അവരൊക്കെ പഠിക്കുള്ളൂ. ഇനിയൊരു ഷഹാനി ഉണ്ടാകാതിരിക്കട്ടെ. അപ്പം അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.